അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും ഒക്കെ ഓണക്കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിലും വലിയ തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതലൊക്കെ കാണുന്നത്. പക്ഷേ ഇടയ്ക്ക് മഴ പെയ്യുന്നതൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എറണാകുളം മാർക്കറ്റിൽ നിന്ന് സ്നേഹ മോൾഡൈനാണ് നമുക്കൊപ്പം. സ്നേഹ, എങ്ങനെയാണ് ഇപ്പോൾ? തെളിഞ്ഞ ആകാശമാണോ? രാവിലത്തേക്കാളും കൂടുതൽ ഒരു തിരക്ക്? സമയം ഇപ്പോൾ 4:30 അപ്പോൾ ആളുകൾക്ക് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി അല്ലേ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആ തിരക്ക് പ്രകടമാവുന്നുണ്ടോ? ദിവിഷ്, അല്പം മുമ്പ് വരെ ചെറിയ തോതിലുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എറണാകുളം മാർക്കറ്റിൽ ആളുകളുടെ തിരക്ക് കൂടി കഴിഞ്ഞു. എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ആഘോഷമുണ്ടെങ്കിലും ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ആദായ വിൽപ്പനയൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പ്രത്യേകിച്ച് പഴം ഏത്തക്കയും ഒന്നും ഇല്ലാതെ അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. എങ്ങനെയുണ്ട് ഏട്ടാ കച്ചവടമൊക്കെ? കുഴപ്പമില്ല. കഴിഞ്ഞ അത്രയും കച്ചവടം ഇല്ല ഇവിടെ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യത്തിലും വില കുറവാണ്. ഈ പ്രാവശ്യം കായ 40 സൂപ്പർ കായ ഫസ്റ്റ് ക്വാളിറ്റി. ഇപ്പോഴാണോ ആളുകൾ തിരക്ക് ആയി വന്നത്? കുറച്ച് ഇത്ര തിരക്കുണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ ആയി തുടങ്ങുന്നു. എങ്കിലും ഇടയ്ക്ക് മഴ പെയ്ത കാരണം കച്ചവടം കുറവാണ്. നാളെ എങ്ങനെയാണ്? നാളെ ഉത്രാടപ്പാച്ചിലല്ലേ? നാളെ കച്ചവടം ഉണ്ടാവുന്ന പ്രതീക്ഷ? കച്ചവടം കുറയും. ഉച്ചവരെയും കച്ചവടം കിട്ടും. ഉച്ചവരെ പിന്നെ കച്ചവടം കുറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയാണ് വിലയൊക്കെ? എങ്ങനെയാണ് ഏത്തക്കായ മാത്രം വില കൂടി? ഞാല് ചില്ലറ 100 രൂപ വെക്കണേ. കൊല 80, 78, 75, 76 അങ്ങനെ കൊടുക്കും. ഇനിയിപ്പോ സന്ധ്യയാകാൻ പോവല്ലേ? തിരക്ക് കൂടി വരും അല്ലേ? കൂടാതൊന്നും പ്രതീക്ഷിക്കാം. മഴ പെയ്താൽ ആരും വരില്ല. ഉണ്ടാവട്ടെ, മഴ ഉണ്ടാവാതിരിക്കട്ടെ. അത് തന്നെയാണ് ഇപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. അവർക്കൊക്കെ നല്ല കച്ചവടമൊക്കെ കിട്ടുന്ന സമയമാണ്. പക്ഷേ മഴ പെയ്യാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. നമ്മുടെ ജഗദീഷ് പൈച്ചറിന് ഇവിടെ ഉഷാറായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഓണം വന്നു. പറയൂ, എങ്ങനെയുണ്ട് കച്ചവടം? സൂപ്പർ. വില 150. ഉഷാറല്ലേ? ഉഷാറാണ്. മഴയൊക്കെ പെയ്തിട്ടും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ജയന്റെ ഫാനാണോ? ജയൻ ഫാനാണോ? ജയൻ അറിയാലോ. നമ്മുടെ 46 കൊല്ലമായി ജയൻ മരിച്ചിട്ട്. ഈ നമ്പർ വരാറ് വരുമ്പോ 46 കട്ട ഫാനാണ്. അപ്പൊ നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താ ജയന്റെ ഫാൻ? കസ്തൂരിമാൻ വിഴി മലശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാൻ വിഴി മലശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എന്റെ പേര് പറഞ്ഞില്ല. പറഞ്ഞു, ഞാൻ ജഗദീഷ് ഭായി പറഞ്ഞ അതിൽ പറഞ്ഞ. ഓക്കെ, ഉഷാറല്ലേ? അപ്പൊ ഹാപ്പിയാണ്. നമ്മുടെ പ്രേക്ഷകരോടും പറയണം. ഓക്കെ. അപ്പോൾ അതെ, ആളുകള് തിരക്ക് കൂടിക്കൂടി വരികയാണ്. പക്ഷെ ആളുകൾക്ക് ഒരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് പച്ചക്കറിയുടെ വിലയിൽ കുറവുണ്ട് എന്നതാണ്. ഇത്തവണ അധികം കാലിയാവാതെ പച്ചക്കറി. ജഗദീഷ് പൈ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ്? അതൊരു അല്ലേ പൊളി വൈബ് ചേട്ടനാണ്. ചന്തയിലെ ഒരു ഊർജ്ജ സ്രോതസ്സാന്ന് തോന്നുന്നു അദ്ദേഹം, അല്ലേ? തീർച്ചയായും ജഗദീഷ് പൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് അവിടുത്തെ സാധനം വാങ്ങാതെ പോവാൻ തോന്നില്ല. അത്രയ്ക്കും ഒരു എനർജി ഉള്ള ആളൊക്കെ തന്നെയാണ്. ഏതായാലും ചേച്ചി, ഓണം എത്തി. ഓണൊക്കെ എവിടം വരെ? ഓണമൊക്കെ അടിപൊളിയായി നടക്കുന്നു. ഇന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി പോകാൻ തീരുമാനിച്ചേക്കാണോ? അതെ. നാളെ ഉത്രാടപ്പാച്ചിലായിക്കൊണ്ട് റെസ്റ്റ് ആണോ? റെസ്റ്റല്ല, ഓഫീസുണ്ട്. അപ്പൊ ഇന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കാം. ഓക്കെ. അപ്പോൾ നാളെ ഉത്രാടപ്പാച്ചിലാണ്. നാളെ ഇതിലും ആളുകൾ കൂടും. ഇവിടെ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തിരക്കുകൾ ഏറുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിലുള്ളവരൊക്കെ വൈകുന്നേര സമയമായപ്പോഴേക്കും മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നാളത്തെ തിരക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം വളരെ മോശമാണ്. കച്ചവടം മോശമുണ്ട്. ഒരു രക്ഷയില്ല. മഴയാണോ? മഴ ഇല്ലെന്ന് പറയാം. മഴ ഇപ്പം മാറിയിരിക്കുകയാണ്. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ ആൾക്കാർക്ക് പണിക്ക് കാശില്ല, പണിയില്ല. അതാണ് സംഭവം. വേറെ ഒന്നുമില്ല. കച്ചവടം മോശം. പച്ചക്കറിയൊക്കെ വളരെ കുറവാണ്. എല്ലാ സാധനവും ഇതിപ്പോ 80 രൂപ വിറ്റ ആപ്പിളാണ് പേരക്കിന് ഇപ്പോൾ 1.5 കിലോ 100 ആക്കി. ഇതാണ് സ്ഥിതി കൊടുത്ത കച്ചവടം വളരെ മോശം. അപ്പോൾ അങ്ങനെയാണ്. ഒരു വശത്ത് ഓണം ഒരു കൂട്ടർക്ക് തകൃതിയെ നടക്കുകയാണ്. പക്ഷെ ഒരു വശത്ത് അത്ര പോരാ. ഓണം ചെറിയ രീതിയിൽ ശോകമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോ ഓൺലൈൻ ചേട്ടൻ നെഗറ്റീവ് വൈബ് മാറി പോസിറ്റീവ് വൈബിലേക്ക് വരാൻ ചേട്ടന് കഴിയട്ടെ, അല്ലേ? കൂടുതൽ ആളുകൾ കടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചേട്ടനും സന്തോഷമാവും.
സ്നേഹ, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ഇംതിയാസ് മിഠായി തെരുവിലൊക്കെ കാഴ്ചകൾ പങ്കുവച്ചിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ചില മാർക്കറ്റുകൾ ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പിന്നെ ഈ മഴ പലപ്പോഴും ആളുകൾ എന്നാൽ നാളെ പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ടാവും. ചിലർ എന്നാൽ പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചോളാം, എന്തിനാ വെറുതെ ഈ തിരക്കിൽ പോയി ബുദ്ധിമുട്ടണം എന്ന് കരുതുന്നുണ്ടാവും. അപ്പോൾ മാറിയും അല്ലേ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. എന്തായാലും എല്ലാവർക്കും, എല്ലാ കച്ചവടക്കാർക്കും അവരുടെ മനസ്സ് നിറയ്ക്കുന്ന, അവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വരുമാനം ഇന്നും നാളെയും ഒക്കെ ആയിട്ട് കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതി എല്ലാ കുടുംബങ്ങളിലും അവർക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങട്ടെ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരി, സ്നേഹയാണ് എറണാകുളത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓണം തിരക്കിനെ കുറിച്ച് പറഞ്ഞ്